ആശാപ്രവർത്തകർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ അതിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലവും ആശാപ്രവർത്തകർക്ക് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. 2004 കാലഘട്ടത്തിലെ UPA സർക്കാർ ആരംഭിച്ച പദ്ധതി 2007 കേരളത്തിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ നടപ്പാക്കുന്നത്. 2016 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണ കാലാവധി ഒഴിയുമ്പോൾ അന്ന് 900 രൂപയായിരുന്നു ആശാപ്രവർത്തകർക്ക് പരമാവധി കിട്ടിക്കൊണ്ടിരുന്ന സംഖ്യ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് 1000 രൂപ കൊടുക്കാൻ തുടങ്ങിയത്. 9 കൊല്ലമായി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാണ്. ഏതാണ്ട് ഒരു വർഷം 1000 രൂപ വീതം ഇവർക്ക് തുടർച്ചയായി കേരള സർക്കാരിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരാശാപ്രവർത്തകയ്ക്ക് 13,200 രൂപ വരെ ലഭിക്കാം. എല്ലാവർക്കും അത്രയും ലോകത്ത് ലഭിക്കുന്നില്ല. 10,000 രൂപയ്ക്ക് മേലെ പൊതുവിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. 13,200 രൂപ ഒരു ആശാപ്രവർത്തകർക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ 10,000-ന് മേലെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും. 3,200-ന് താഴെ ഏതാണ്ട് 2,800-ന് അപ്പുറമുള്ള വിഹിതം കേന്ദ്ര വിഹിതമായി വരുന്നില്ല. ഞാൻ വളരെ വിനയത്തോടെ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. സംസ്ഥാന സർക്കാർ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ 40 ദിവസം ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പ്രത്യേക അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. സമരം പരിഹരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന കാരണങ്ങൾ എന്താണ് എന്ന് നമുക്കൊരു മണിക്കൂർ ചർച്ചയിൽ പറയാമെന്ന്. ഈ 40 ദിവസം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. സർക്കാരിന്റെ നിലപാടും പ്രതിപക്ഷ നിലപാടും സമരക്കാരുടെ നിലപാടും എല്ലാം. അതുകൊണ്ട് എന്താണ് പ്രാഥമികമായ പ്രശ്നം ഈ സമരം പരിഹരിക്കുന്നതിൽ? ഒന്ന്, ഈ പദ്ധതി കേന്ദ്ര പദ്ധതിയാണോ സംസ്ഥാന പദ്ധതിയാണോ? അതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. കേന്ദ്ര പദ്ധതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ഒരു സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കുകയുള്ളൂ. അതുകൊണ്ട് പദ്ധതിയുടെ മെൻഡർ കേന്ദ്ര സർക്കാരാണ്, നമ്പർ 1. നമ്പർ 2, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളൊരു സംവിധാനമുണ്ട്. അത് മുമ്പ് 75% കേന്ദ്രം തരുമായിരുന്നു, 25% സംസ്ഥാനം കൊടുക്കണം. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അങ്ങനെ ആയിരുന്നു കേന്ദ്ര പദ്ധതികൾ. പക്ഷെ മോദി സർക്കാർ വന്നപ്പോൾ അതങ്ങ് മാറ്റി. 60% കേന്ദ്രം തരുള്ളൂ, 40% സംസ്ഥാനം ഉണ്ടാക്കണം. ഇവർക്ക് 21,000 രൂപ ആയി ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് CITയുടെ നിലപാട്. CIT ഇന്ന് സമരം നടത്തിയത് 21,000-നല്ല, 26,000 രൂപ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി 40% സംഖ്യ സംസ്ഥാനം കൊടുക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, കേന്ദ്ര സർക്കാർ എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്ന് പറയട്ടെ. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി ഇപ്പോൾ 40% കണക്കേ ഇല്ല. വളരെ നല്ല നിലയ്ക്ക് 2 ഇരട്ടിയോ 3 ഇരട്ടിയോ തുക കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചാൽ അതനുസരിച്ച് സംസ്ഥാന സർക്കാർ ഉയർന്ന് പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിന് ഇപ്പോൾ നടക്കുന്ന സമരം ഒരു നിമിത്തമേ ആകേണ്ട കാര്യമില്ല. മാത്രമാണ് കേരളത്തിന് ഈ സമരം പരിഹരിക്കാൻ കഴിയാത്തത് എന്നാണ് അല്ലേ? മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു കുതന്ത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതി മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് കോവിഡ് കാലത്തിന് ശേഷം തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ നിന്ന് അവർ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാനങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഓടി രക്ഷപ്പെടാനാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഓടി രക്ഷപ്പെടാനും അതിൻ്റെ ഭാഗമായി കേന്ദ്രത്തെ രക്ഷപ്പെടുത്താനും നടത്തുന്ന ഗൂഢമായ സമരമാണ് BMS പിന്തുണയോടെ SUC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തെ ഒറ്റുന്ന സമരമാണ്, സംസ്ഥാനങ്ങളെ തകർക്കുന്ന സമരമാണ്, അത് ജനകീയ സമരമല്ല. 2 കാര്യങ്ങൾ അഡ്വക്കേറ്റ് അനിൽകുമാർ. ഒന്ന്, ഈ സമരം തീർക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ നിസ്സംഗതയാണ്. രണ്ടാമത്തത്, ഈ സമരത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം. ഈ 2 കാര്യങ്ങൾ ഞാൻ എടുക്കുകയാണ് ആദ്യഘട്ടത്തിൽ അങ്ങയിൽ നിന്ന്.